നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു ബിസിനസ് മോഡൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇനി സമയമായി എന്തിന് സ്കെയിലപ്പ്. ഇനി ഒരു സ്കെയിലബിൾ മോഡലായി. കാരണം ആരെ കാണിച്ചു കൊടുത്താലും നോക്കൂ, കഴിഞ്ഞ ഇത്ര നാളായിട്ട് നമ്മൾ പ്രോഫിറ്റബിൾ ആയിട്ട് റൺ ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. ഇത് സ്കെയിലപ്പ് ചെയ്യാനായിട്ട് എനിക്ക് സ്വന്തമായി സാധിക്കുന്നില്ല, അതിനെനിക്ക് എക്സ്റ്റേണൽ ഹെൽപ്പ് വേണം. ഞാൻ ഷെയർ കൊടുക്കാൻ തയ്യാറാണ്. നിങ്ങൾ ഇൻവെസ്റ്റർ, നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം, അതിൻ്റെ റിട്ടേൺ ഞാൻ തരാം. ഇവിടെയാണ് അപ്പോൾ സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു ബിസിനസ്സാണ് നമ്മൾ സ്കെയിലപ്പ് ചെയ്യാൻ പോകാവൂ എന്നുള്ളതാണ് സത്യം. നമ്മളൊരു സസ്റ്റൈനബിൾ അല്ലാത്ത, ലാഭകരമല്ലാത്തൊരു ബിസിനസ് പോയി സ്കെയിലപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ പല പ്രശ്നങ്ങളും വരും. അവിടെ നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്ത് വേറെ ബിസിനസ്സിലേക്ക് പോയി അതിനേക്കാളും വലിയ പ്രശ്നം വരും. അപ്പോൾ ഒരു കർമ്മമേഖല കണ്ടെത്തി അതിൽ തുടങ്ങിയ ഒരു ബിസിനസ് നമ്മൾ സസ്റ്റൈനബിൾ ആക്കി, പ്രോഫിറ്റബിൾ ആക്കി, ഇനി സ്കെയിൽ ചെയ്യാമല്ലോ. സ്കെയിൽ ചെയ്യാൻ ഇഷ്ടംപോലെ ഓപ്ഷൻസ് നമ്മുടെ കയ്യിലുണ്ടല്ലോ. പക്ഷെ അവിടെയൊക്കെയാണ് നമുക്കൊരു പേഴ്സണൽ ഹെൽപ്പ്, മറ്റുള്ളവരുടെ ഹെൽപ്പ് വേണ്ടി വന്നേക്കാം, ഒരു കോച്ചിൻ്റെ ഹെൽപ്പ് വേണ്ടി വന്നേക്കാം, എക്സ്റ്റേണൽ കൺസൾട്ടൻസിൻ്റെ ഹെൽപ്പ് വേണ്ടി വന്നേക്കാം. പക്ഷെ നമുക്ക് സ്കെയിലബിൾ ആക്കാം. അങ്ങനെയല്ലേ ഈ സമൂഹത്തിൽ നമ്മൾ കണ്ട എല്ലാ സംരംഭകരും വളർന്നത് അങ്ങനെ തന്നെയല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കൂ.